അവസാന നിമിഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പി.വി. അൻവർ പ്രചാരണ രംഗത്ത് സജീവമാകാത്തതും സസ്പെൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഇന്നാണ് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മത്സര രംഗത്ത് ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ചിത്രം നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കും കിട്ടാൻ പോകുന്നത്. നമുക്ക് നിലമ്പൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് CV അനുമോദാണ്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. അനുമോദ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനിപ്പോ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്നല്ല, മറ്റൊരു സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രകൃതിയോട് ചേർന്ന് ഇന്നത്തെ വാർത്താ ദിനം നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ മറ്റൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അനുമോദ് കേൾക്കാമോ? എന്താണ് ഇന്നിപ്പോൾ ഏറ്റവും വലിയ ആകാംക്ഷ എന്ന് പറയുന്നത്? പി.വി. അൻവറിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. എന്നും ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ഇന്നും അത്തരത്തിൽ വലിയൊരു സർപ്രൈസ് രാഷ്ട്രീയ കേരളത്തിന് നൽകുമോ എന്ന് നമുക്കറിയില്ല. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ട് ഇപ്പോഴും ഒരു പ്രതീക്ഷ ഇടത് വലത് ക്യാമ്പുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു പക്ഷേ പിൻവലിച്ചേക്കാം, അൻവർ ആയതുകൊണ്ട് എന്ത് തീരുമാനവും എടുത്തേക്കാം എന്ന ഒരു ആലോചന എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ അനുമോദ്? ഗുഡ് മോർണിംഗ് ആര്യ. പി.വി. അൻവറിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് അത് നൽകുന്നുണ്ടെങ്കിൽ അത് ഇന്നാണ്. കാരണം പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. ഇന്ന് വൈകുന്നേരം 3 മണിവരെയാണ് സമയമുള്ളത്. പക്ഷേ അൻവർ പത്രികയെ പിൻവലിക്കാനുള്ള സാധ്യത തുലവും വിരളമാണ് എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്തുവാൻ. 2 കാര്യങ്ങളാണ്. ഒന്ന്, അൻവർ ഇനി പത്രിക പിൻവലിച്ചിട്ട് UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം UDF സ്ഥാനാർത്ഥിക്കെതിരെയും അതേപോലെ ഇപ്പോഴത്തെ സംവിധാനത്തിനെതിരെയും ഒരു വിമർശനങ്ങൾ ഉന്നയിക്കാവുന്നതിന് പരമാവധി അൻവർ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. LDFനെതിരെയാണെങ്കിലും UDFനെതിരെയാണെങ്കിലും. അപ്പോൾ ഇനി അൻവർ പത്രിക പിൻവലിച്ച് UDFന് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി അൻവറിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മത്സരിച്ച് പരമാവധി വോട്ട് പിടിച്ച് മുന്നണികളെ സമ്മർദ്ദത്തിലാക്കുക, തൻ്റെ രാഷ്ട്രീയമായ അസ്തിത്വം അത് അടയാളപ്പെടുത്തുന്ന തരത്തിലേക്കൊരു പോരാട്ടം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് അൻവർ തയ്യാറാണ് എന്ന തരത്തിൽ തന്നെയാണ് അൻവറിൻ്റെ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ. ഇന്നലെ അൻവർ ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള 8 ഇടങ്ങളിൽ 7 പഞ്ചായത്തുകളിലും നഗരസഭയിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളെയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കമ്മിറ്റി ആളുകളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇന്ന് അൻവറിൻ്റെ ചിഹ്നം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം കൂടുതൽ ഈ പ്രചരണത്തിൻ്റെ സംവിധാനങ്ങൾ, ഫ്ലക്സ് ആണെങ്കിലും മറ്റ് അടയാള ചിത്രങ്ങളാണെങ്കിലും അതൊക്കെ ആയിട്ട് ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഇവിടെ ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അൻവറിനോട് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ കൃത്യമായ വന്ന മറുപടിയും ഇനി മരിക്കണം പിൻവലിക്കണം എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിലേക്ക് അദ്ദേഹം ഈ 7-ാം തീയതിക്ക് ശേഷമേ ഇറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആദ്യഘട്ടത്തിൽ അത്ര സജീവമാകില്ല എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഇനി ട്വിസ്റ്റുകൾ ബാക്കിയുണ്ടോ എന്ന ചോദ്യമൊക്കെയാണ് ഉയരുന്നത്. എന്താണെങ്കിലും 3 മണിയോടെ ഇന്ന് അറിയാനാകും. നിലവിലെ സാഹചര്യത്തിൽ അൻവർ മത്സരവുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്നാണ് അൻവറിൻ്റെ ക്യാമ്പിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കാരണം നിലവിൽ അൻവറിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഇനി UDFലേക്കോ മറ്റ് ഏതെങ്കിലും തരത്തിലേക്കോ മാറാനുള്ള ഒരു സാധ്യത, പിന്തുണ അറിയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അൻവർ മത്സരിക്കും എന്ന് തന്നെ വേണം കരുതുവാൻ. അങ്ങനെ തന്നെയാണ് എന്നാണ് അൻവറും ഇന്നലെ പറഞ്ഞത്. ആര്യ. തീർച്ചയായും CV അനുമോദാണ് നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ അങ്ങനെ പിന്മാറാനുള്ള സാധ്യതയൊന്നുമില്ല. അൻവർ ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ അൻവർ ആയതുകൊണ്ട് എന്താകുമെന്നുള്ള ഒരു ആകാംക്ഷ മാത്രമാണ് നിലനിൽക്കുന്നത്. ഇന്നലെ അൻവർ പറഞ്ഞത് മരിച്ചാലും പത്രിക പിൻവലിക്കില്ല എന്നതാണ്. പക്ഷേ പറഞ്ഞത് പലതും മാറ്റി പറഞ്ഞ അൻവർ ഇതിൽ ഉറച്ചു നിൽക്കുമോ, മാറുമോ എന്നതാണ് ആകാംക്ഷ അൻവറിന്റെ ഇന്നലത്തെ ആ പ്രതികരണത്തിലേക്ക്. 25,000 വോട്ടിന് നിങ്ങൾ എഴുതി വെച്ചോ. 75 വോട്ടിന് അവിടെ പി.വി. അൻവർ വിജയിച്ച് കയറും. 75,000 വോട്ട് അൻവർ പിടിക്കും. അത് അൻവറിന്റെ വോട്ടല്ല, ജനങ്ങളെ വോട്ടാണ്. അറൌണ്ട് 70,000 to 75,000 വോട്ട്.
അപ്പോൾ അതാണ് അൻവർ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മറ്റൊരു കാര്യം നമുക്കറിയാം, നിലമ്പൂരിൽ ഇപ്പോൾ പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ ഈ ഇടതുപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള, അതായത് ജനവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ UDF-ന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ മലപ്പുറം പരാമർശം അത് കത്തിക്കുക തന്നെയാണ് UDF ക്യാമ്പ്. ഈ പ്രചാരണത്തിലുടനീളം മുഴങ്ങി കേൾക്കാൻ പോകുന്നത് ആ വിവാദം തന്നെയായിരിക്കും സ്വാഭാവികമായും. അപ്പോൾ ഈ മലപ്പുറം പരാമർശം നിലമ്പൂരിൽ ചർച്ചയാകുമെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ പ്രതികരിച്ചിരിക്കുകയാണ്. ജില്ലയെ ആക്ഷേപിച്ച് പറയുകയും അതിന് കൂട്ടുനിൽക്കുന്നവർക്ക് സംരക്ഷണം നൽകുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും പരാമർശം മാറ്റിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്നും AP അനിൽകുമാർ ചോദിക്കുന്നുണ്ട്. ന്യൂസ് 18നോടായിരുന്നു AP അനിൽകുമാറിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് മടങ്ങിയെത്താം. നിലമ്പൂരിൽ UDF-ന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ശ്രീ AP അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണം ആദ്യഘട്ടത്തിൽ എങ്ങനെ പുരോഗമിക്കുന്നു? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒന്നാം ഘട്ടം അത് ഏറ്റവും നല്ല രീതിയിൽ നിയോജകമണ്ഡലം തല കൺവെൻഷൻ, പഞ്ചായത്ത് തല കൺവെൻഷൻ, അതിനുശേഷം ബൂത്ത് തല കമ്മിറ്റി ഫോർമേഷൻ, സ്ക്വാഡ് വർക്ക്, അതായത് ഗൃഹസന്ദർശന പരിപാടിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ എല്ലാ വീടുകളിലും UDF-ന്റെ പ്രവർത്തകരെത്തി സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന നൽകി. അതോടൊപ്പം സ്ഥാനാർത്ഥി പര്യടനം 3-ാം തീയതി ആരംഭിച്ചു. ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത രീതിയിലുള്ള ആവേശവും മുന്നൊരുക്കവും നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് വിഷയങ്ങളാണ് UDF പ്രചരണത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന്, മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിലുള്ള അഭിമുഖം. രണ്ട്, ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് KC വേണുഗോപാലിൻ്റെ അഭിപ്രായം. ഇത് രണ്ടും മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഉയർത്തുന്നതാണ് LDF പറയുന്നത്. എങ്ങനെ കാണുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ. വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലും 100 പേജിൻ്റെ നോട്ട് പുസ്തകത്തിൽ എഴുതിയാൽ തീരാത്ത അത്ര പരാതികൾ ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ലയായ മലപ്പുറം ജില്ലയെക്കുറിച്ച് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി. അതാണല്ലോ നമ്മുടെ ഒരു സ്ഥിതി. ആ മുഖ്യമന്ത്രി തന്നെ ഒരു ജില്ലയെക്കുറിച്ച് ആക്ഷേപിച്ച് പറയുക, അങ്ങനെ ആക്ഷേപിക്കുന്നവർക്ക് സംരക്ഷണം നൽകുക, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് CPM-നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. മാസങ്ങൾക്ക് മുമ്പ് അത് ചർച്ചയാവുകയും അതിൽ CPM വിശദീകരണം കൊടുക്കുകയൊക്കെ ചെയ്ത വിഷയമല്ലേ. വീണ്ടും എന്തുകൊണ്ട് അത് ഉയർത്തിക്കൊണ്ടുവരുന്നു? അല്ല, ഇപ്പോഴും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ അദ്ദേഹം പറയുന്നു, മറ്റുള്ള രീതിയിൽ പറയുന്ന ഇത്തരം കാര്യങ്ങൾ പറയുന്നവർക്ക് അദ്ദേഹം സംരക്ഷണം കൊടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അന്നെടുത്ത നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. മാറ്റി പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയി, ഇനിയും വരുന്നുണ്ട്. അദ്ദേഹത്തിന് മാറ്റമുണ്ടെങ്കിൽ അദ്ദേഹം വരുമ്പോൾ പറയട്ടെ, ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയുടെ സമീപനത്തിൽ മാറ്റമുണ്ട് എന്ന് അദ്ദേഹം പറയട്ടെ. അപ്പോൾ നമുക്ക് ആലോചിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സോഷ്യൽ മീഡിയ വഴിയാണ് പ്രചാരണം മുഴുവൻ നടക്കുന്നത്. പലപ്പോഴും ആരുടെ ഷൗക്കത്തിൻ്റെയും ആരുടെ മുഹമ്മദിൻ്റെയൊക്കെ പഴയ പരാമർശങ്ങൾ, അതുപോലെ കഴിഞ്ഞ UDF-ന്റെ കൺവെൻഷൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ VV പ്രകാശമാണ്, അതൊക്കെ വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനൊക്കെ പ്രതിരോധിക്കുക? തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളത്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ. അവരനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടാനുള്ള ഒരു നടപടിയായിരിക്കും അവരുടെ ഈ വോട്ട്. അത് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വോട്ടായിരിക്കും. അതായിരിക്കും 23-ാം തീയതി നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണാൻ കഴിയുക. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ മലപ്പുറത്തിൻ്റെ അഭിമുഖത്തിൻ്റെ പരാമർശം അത് പണ്ട് അൻവർ ഉന്നയിച്ചതാണ് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അത് UDF ഏറ്റെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും സന്തോഷം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഉന്നയിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ UDF-ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞങ്ങൾ കുറേ കാലങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളോട് സഹകരിച്ചും അതിനെ എതിർത്തും സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ഉത്തരം നൽകാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. എത്ര ഭൂരിപക്ഷമാണ് ഇപ്പോൾ UDF പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ? ഞാൻ പറഞ്ഞതിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ശ്രീ ആര്യടൻ ഷൗക്കത്തിന് ഈ തെരഞ്ഞെടുപ്പ് ലഭിക്കുക, UDF-ന് ലഭിക്കുക. മലപ്പുറം അഭിമുഖം രാഷ്ട്രീയ വിഷയമായി തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഉയർത്തുമെന്നും മുഖ്യമന്ത്രി തിരുത്തും വരെ അത് ചർച്ച ചെയ്യുമെന്നും AP അനിൽകുമാർ പറയുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യിക്കാൻ UDF ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണെന്ന് വ്യക്തമാണ്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക്